പേടിഎം എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പേടിഎം എന്ന ആപ്ലിക്കേഷൻ ഈസിയായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പേടിഎം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുണ്ടാവുന്ന പേടിഎം സംബന്ധമായ സംശയങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഉടൻ തന്നെ നൽകുന്നതാണ്. കുറച്ച് വിശദമായി നൽകണമെങ്കിൽ ഞാൻ വീഡിയോ സഹിതം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നേരെ വീഡിയോ കാണാം. നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് പേടിഎം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ 34.31 MB ആണ് ഈ പേടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് വരുന്നത്. വളരെ വേഗം തന്നെ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വലത് സൈഡ് കാണുന്ന ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കല്ല എങ്കിൽ മുകളിൽ സ്കിപ്പ് എന്ന ബട്ടണോ ചെയ്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യം സ്കിപ്പ് ബട്ടൺ ചെയ്തതിന് ശേഷം കണ്ടതിന് ശേഷം എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും മതിയാവും. നമുക്കിവിടെ മുകളിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിലും നമ്മുടെ പേടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. ശരിക്കും ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കും. പേയ്മെൻറ്റ് ബാങ്കിങ് ഉണ്ട്. ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. നമുക്കിവിടെ ആദ്യമായി ഹോം, ഏറ്റവും താഴെ ഇടത് സൈഡ് ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ, അത് കഴിഞ്ഞ് ഷോപ്പ്. ഇങ്ങനെ ഇവിടെ ഞാൻ ഷോപ്പ് എന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് പോലെ നമുക്ക് ഏത് സാധനവും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിരവധി ഓഫറുകളും ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യുമ്പോൾ സാധിക്കും. ഈ പേടിഎം മാളെന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ വന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് സ്കാൻ ചെയ്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നടുക്ക് വരുന്നത്. വളരെ ക്വിക്കായിട്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യമായി ബാങ്ക് ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ പേടിഎമ്മുമായിട്ട് ലിങ്ക് ചെയ്യണം. മുകളിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. വീണ്ടും ഞാൻ ഇടത് സൈഡ് മുകളിലായി നമുക്ക് ലോഗിൻ ചെയ്യാം. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് ആദ്യമായി കാണിക്കുന്നവർക്ക് വേണ്ടി ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള പ്രൊസീഡ് സെക്യൂർലി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗ്രാൻഡ് പെർമിഷൻ, അതായത് നമ്മുടെ ഫോൺ കോളും SMS-ൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്കൊരു OTP വരികയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അലോ ചെയ്ത് കൊടുക്കുക. ഒരു ഒറ്റത്തവണ പാസ്വേഡ് നമ്മുടെ ഫോണിൽ മെസ്സേജായിട്ട് വന്നിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ സേവ് ആവും. അല്ലെങ്കിൽ നമ്മളതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ പേടിഎം രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് മുന്നേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാൻസാക്ഷൻ നടക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഏത് ബാങ്കാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഫോൺ നമ്പർ അവിടെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം.
BSNL ജിയോ ഇത് എൻ്റെ ഫോണിലുള്ളതാണ്. പ്രൊസീഡ് ടു സെൻഡ് SMS എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതിനാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്കിപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മുകളിൽ കാണിച്ചിരിക്കുന്ന ഇത്രയുമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇനി ബാങ്ക് അക്കൗണ്ട് ക്ലിയറായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അത് പിന്നെ നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇടത് സൈഡ് മുകളിലായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കാണാം. അവിടെ Paytm ബാലൻസ്, അതായത് നമ്മുടെ Paytmനൊരു ബാലൻസ് ഉണ്ട്, വാലറ്റ് ഉണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏറ്റവും മുകളിലായി ഇടത് സൈഡാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, എന്നാലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. Paytm വാലറ്റ്, അതായത് നമുക്ക് റീചാർജ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫർ വഴി നമുക്ക് പൈസ വരുന്നുണ്ടെങ്കിൽ ഈ വാലറ്റിലായിരിക്കും കിടക്കുന്നത്. അതുപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് ഈ Paytm ബാലൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ. രണ്ടാമത് വരുന്ന ലിങ്ക് ബാങ്ക് അക്കൗണ്ട്, അതായത് UPI പിന്ന് നമ്മൾ സെറ്റ് ചെയ്യാം. മൂന്നാമത് വരുന്നത് Paytm പേയ്മെൻറ്റ് ബാങ്കാണ്. അത് നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ബാങ്ക് പോലെ. നാലാമത് Paytm മണി, അതൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷനിലേക്കും പോകുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ടൊക്കെ ഉപയോഗിക്കാം. നമുക്കിവിടെ ലിങ്ക് ബാങ്ക് അക്കൗണ്ട്, നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 50 രൂപ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏത് ബാങ്കാണ് എന്ന് ചോദിക്കും. നമുക്കിവിടെ ആദ്യം ഒരു 6 ബാങ്കിൻ്റെ ഓപ്ഷൻ കാണാം. നിങ്ങളുടെ ബാങ്ക് അതല്ലെങ്കിൽ സെലക്ട് ഫോർ ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളുടെയും ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ നമ്മുടെ ബാങ്ക് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. എനിക്കിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ആദ്യം വേണ്ട അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രൊസീഡ് ടു സെൻഡ് SMS എന്ന് പറയുന്ന ഓപ്ഷൻ. അതിന് മുന്നേ നമ്മൾ ഏത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് ഫോൺ നമ്പറാണോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു സെൻഡ് SMS ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു OTP വരും, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ബാങ്ക് അക്കൗണ്ട് സക്സസ്ഫുള്ളായിട്ട് ബാങ്ക് ലിങ്ക് ആവുന്നതായിരിക്കും. ഞാൻ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്ന് കാണിച്ചത്. നിങ്ങൾ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഞാൻ നേരത്തെ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഇവിടെ ബാങ്ക്. ഇനി ഏറ്റവും താഴെ ബാങ്ക് എന്ന് എഴുതിയിരിക്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. നമുക്ക് Paytm ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെക്ക് അക്കൗണ്ട് ഓപ്പണിങ്, അതൊരു ബാങ്ക് Paytm പേയ്മെൻറ്റ് ബാങ്കാണ്, പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ. അത് നമുക്ക് അതിന് നിരവധി ഓഫറുകളുണ്ട്. നമുക്ക് സേവിങ് 0 ബാലൻസ് അക്കൗണ്ട് കിട്ടും, ഡെപ്പോസിറ്റിന് 7% ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരു ഡെബിറ്റ് കാർഡ് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കത് KYC വെരിഫിക്കേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് അംഗത്വം ലഭിക്കും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഫോൺ റീചാർജ്, DTH, നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, ഇങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസ് നമുക്കിവിടെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്യാസ്, കേബിൾ TV, അപ്പാർട്ട്മെൻറ്റ് ബില്ല് അല്ലെങ്കിൽ വാട്ടർ ബില്ല്, LIC അടയ്ക്കുന്നത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാം. അതുപയോഗിച്ച് നമുക്ക് ബില്ലടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ നിരവധി ഓഫറുകൾ കാണാം. അതിൽ ഇവിടെ കാണാം ക്യാഷ് ബാക്ക് ഓഫർ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഓഫറുകൾ, നമുക്ക് എത്ര രൂപ ക്യാഷ് ബാക്കായിട്ട് ലഭിക്കും, അങ്ങനെയുള്ള ഓഫറുകൾ കാണുകയും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എന്താവശ്യമാണോ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ ചെറിയൊരു ഓഫർ കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ചെറിയൊരു വരുമാനം, അതായത് ഒരു 50 രൂപ, 25 രൂപ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ അതിനുള്ള തുക തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഗൂഗിൾ പേ ചെയ്യുന്നതിന്, ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, ഷോപ്പിംഗ് ചെയ്യുന്നതിന്, ഇൻഷുറൻസ് അടയ്ക്കുന്നതിന്, ഇങ്ങനെ കുറേ ഓപ്ഷൻ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഇവിടെ മോർ എന്ന് പറയുന്ന വീണ്ടും ഒരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Paytmൻ്റെ തന്നെ പല സൈറ്റുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് നോക്കി വയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഇവിടെ സ്കാൻ പേ, അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും താഴെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാം. അതായത് നമ്മുടെ സ്കാൻ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് പൈസ അയക്കാം. അതായത് മറ്റൊരാളുടെ പേടിഎം QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പൈസ അയക്കാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെ ലാസ്റ്റ് വലത് സൈഡ് കാണുന്ന ഇൻബോക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേടിഎമ്മിൻ്റെ അടുത്തുള്ള സ്റ്റോറ്, പേടിഎമ്മിൽ വരുന്ന മെസ്സേജുകൾ, ഗെയിമിൻ്റെത്, നമ്മുടെ ഓഫറുകൾ നിന്ന് ലഭിക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും മുകളിലായി പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. UPI മണി തുടങ്ങിയ കാര്യങ്ങൾ. ഈ UPI മണി എന്ന് പറയുന്ന പാസ്ബുക്ക് ഇങ്ങനെ കുറേ ഫാസ്റ്റാകും. നമുക്ക് കുറേ ഓപ്ഷനുണ്ട്. ഇതുവഴി നമുക്ക് വളരെ ക്വിക്കായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പേ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇനി ഈ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും മുകളിലായി വലത് സൈഡ് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. നോട്ടിഫിക്കേഷൻ, ചാറ്റ്. ഇവിടെ പാസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും മുകളിലായി ഇടത് സൈഡ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കാണാം, അല്ലെങ്കിൽ നമ്മുടെ പേര് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ വാലറ്റിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് കാണാം. ഏറ്റവും മുകളിലായി ഇടത് സൈഡ് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണിക്കുന്നുണ്ട് പേടിഎം ബാലൻസ്. ഇവിടെ 0 ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനിവിടെ UPI ഫെഡറൽ ബാങ്കാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഈ പേടിഎം അക്കൗണ്ടിലേക്ക്. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്, നമ്മളത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ബാലൻസ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. നമുക്ക് ഈ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചാണ് അക്കൗണ്ട് ഓപ്പണിംഗ്. നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, അതായത് ATM കാർഡൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ അതിന് താഴെയുള്ള പേടിഎം മണി, ഇത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അതായത് മ്യൂച്വൽ ഫണ്ട് തുടങ്ങി അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് പോകും. അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷനിലേക്കായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത്. നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ആയിട്ടോ അല്ലെങ്കിൽ ലംസമായിട്ടോ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതുവഴി നല്ല ലാഭം നേടാൻ സാധിക്കുന്നതാണ്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായി മറ്റൊരു വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ മൈ ഓർഡർ, നമ്മൾ ഷോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നത്, നമ്മളുടെ എല്ലാ, ഇപ്പോൾ ഞാൻ ഇവിടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള KSB ബില്ല് അടയ്ക്കുന്ന, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് ഈ മൈ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിവിടെ നമുക്ക് കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് പിന്നെ സിനിമ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഗിഫ്റ്റ് കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് മൈ ക്രെഡിറ്റ് സ്കോർ, അതായത് ഈ സിബിൽ സ്കോർ നോക്കുന്നില്ല, അതേ ഒരു സംഭവം തന്നെയാണ് അതിൽ വരുന്നത്. ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിബിൽ സ്കോർ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഈ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് സിബിൽ സ്കോർ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ കൂടെ കാണിച്ചിട്ടുണ്ട്, 24/7 ഹെൽപ്പ് ലൈൻ. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേടിഎം കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ മുകളിലുള്ള UPI മണി ട്രാൻസ്ഫർ എന്താ ജസ്റ്റ് ഒന്ന് നോക്കാം. അതുവഴി നമ്മൾ ഗൂഗിൾ പേ തുടങ്ങിയ ആപ്ലിക്കേഷൻ വഴി UPI മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ നമുക്കിതിൽ പേടിഎം വഴി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് പേടിഎമ്മിൽ നിന്നും ഗൂഗിൾ പേ UPIയിലേക്കോ അല്ലെങ്കിൽ മറ്റേതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ UPIയിലേക്കോ മറ്റൊരാളുടെ കോൺടാക്റ്റിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ നമുക്ക് വളരെ ഈസിയായി ഈ ഓപ്ഷൻ വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പേടിഎം ആപ്ലിക്കേഷനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതായിരിക്കും.